ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. എന്നാലും ഒരു നോർമൽ എപ്പിസോഡ്, നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിരിക്കാനൊക്കെ പറ്റി. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്, ഒന്ന് അക്ബർ ബൂസ്റ്റിംഗ്. എനിക്ക് ഫീൽ ചെയ്തതാണ് അക്ബറിനെ ശരിക്കും ലാലേട്ടൻ, അത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്, ഇപ്രാവശ്യവും വന്ന് അതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. എന്ന് വെച്ചാൽ ലാലേട്ടന് ഇതിനകത്ത് അഭിപ്രായം ഒന്നുമില്ല, എല്ലാം അക്ബറിനെ കൊണ്ടാണ് അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് ഓരോ കാര്യത്തിലൊക്കെ. അക്ബറിന്റെ കുറച്ച് അസൂയ, കുശുമ്പ്, ഇതൊക്കെ അതിനകത്ത് കാണാൻ പറ്റി. അത് നമുക്ക് മിക്കവാറും ഉള്ള വീക്കെൻഡ് എപ്പിസോഡിലും ലൈവിലൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്നാലും അതിൽ നിന്നും ഒന്നും ഒരു മാറ്റവും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് നമുക്ക് മനസ്സിലാവും. അക്ബറിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, ഒരു തമാശ പറയുമ്പോഴാണെങ്കിലും ആ തമാശയെ വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ അനീഷിന്റെയും ഈ പറയുന്ന അനുമോളുടെയും വിഷയമാണെങ്കിൽ തന്നെ അതിലും ഒരു ഗോൾ അടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്ന് ലാലേട്ടൻ ചെയ്ത ഒരു ഉപകാരം എന്താന്ന് വെച്ചാൽ, അനീഷിനോട് പറഞ്ഞു മനസ്സിലാക്കി, അനീഷെ മനുഷ്യനാണ്, ഒരാളോട് ഇഷ്ടം തോന്നാം, ആ ഇഷ്ടം നമ്മൾ പറയുമ്പോൾ എതിരെ നിൽക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാനുള്ള സമയമെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കണ്ടേ. അതിനുമുമ്പ് എഴുന്നേറ്റ് പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിലും ചോദിച്ച ഇതാണ്. അതുപോലെ തന്നെ അവിടെ അനുമോളുടെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള സമയം എന്തായാലും ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. മാക്സിമം ലാലേട്ടൻ ഇവരെ രണ്ടുപേരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്, കൂടുതലും അനുമോളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി ചുരണ്ടി ചുരണ്ടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അനുമോളുടെ സ്റ്റാൻഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വെളിയിൽ കിടന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, അനീഷിനെ അനുമോള് ചതിച്ചെന്ന്. എവിടെയാണ് അനുമോള് ചതിച്ചത്? ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല അനുമോള് ചതിച്ചതായിട്ട്. അനുമോള് എന്താണ് ഞാൻ അനീഷിൽ കണ്ടത്? ലാലേട്ടൻ ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അനീഷ് നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് ഇഷ്ടമാണ് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ, പക്ഷേ കല്യാണം അതിലെനിക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പിന്നെയും ഈ പറഞ്ഞ ആദിലയോട് പോയിട്ട് അനുമോള് സംസാരിക്കുന്നുണ്ട്. ഇനി ഇവരെല്ലാരും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചപ്പോൾ, ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ പുള്ളിക്ക് വലിയ ഹോപ്പ് ഞാൻ കൊടുത്തു എന്നുള്ള രീതിയിൽ എങ്ങാനും തോന്നിയിട്ട് പുള്ളി മനസ്സിൽ ഇനി അത് തന്നെ അങ്ങ് വളർത്തുമോ, അല്ലെങ്കിൽ ഈ പ്രണയമാണെന്ന് പറഞ്ഞ് അങ്ങ് വളർത്തുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഈ അനുമോൾക്കുണ്ട്. അത് പറഞ്ഞത് അനുമോളെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. അനീഷ് ചിലപ്പോൾ അതൊക്കെ ചിന്തിച്ചേക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് അനീഷിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അനുമോളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ രണ്ടുപേരെ നമുക്ക് ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ കൂടുതൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം വന്നത് പിന്നെ അനുമോളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അല്ല, ഈ അനീഷ് പറഞ്ഞ ഉടനെ അനുമോൾ അങ്ങ് സമ്മതിക്കണം? അനുമോളുടെ ജീവിതമല്ലേ, അനുമോൾക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലേ? അപ്പൊ അനുമോൾ കൃത്യമായ ഒരു ഉത്തരം അവിടെ പറയുന്നുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തിരയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, കെട്ടിയാൽ എന്താ, അനീഷിന് എന്താണ് കുഴപ്പം, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊന്നും നമ്മളാരും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമോ ഒന്നുമല്ല, അത് അവർ തമ്മിൽ എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷെ ഇന്ന് കൃത്യമായിട്ട് അനുമോളുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും അത് കവർ ചെയ്ത് അനീഷ് പുറകിൽ നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അനുമോളുടെ ഉത്തരം ഇത് തന്നെ ആയിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ ഇനിയിപ്പോ അനീഷ് ഇനിയും ഒരു ഹോപ്പ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഹോപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ പോയിട്ട് അനുമോളോട് പെരുമാറുകയാണെങ്കിൽ അത് അനീഷ് തന്നെ നെഗറ്റീവ് ആകാനാണ് സാധ്യത കൂടുതൽ. അനീഷ് ഇത്രയും പഠിച്ച ഒരു വ്യക്തിയല്ലേ, ഇപ്പൊ അനീഷിന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണണം. അനുമോളുടെ സ്റ്റാൻഡ് അവിടെ വെച്ച് ലാലേട്ടന്റെ മുന്നിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അനീഷിനെ, എനിക്ക് അനീഷിനോടുള്ള ബന്ധം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ലാലേട്ടനോട് ആ കാര്യത്തിൽ ബഹുമാനമുണ്ട്. എന്തായാലും ലാസ്റ്റ് നിമിഷം ലാലേട്ടൻ പറയുന്നുണ്ട്, ലാസ്റ്റ് നിമിഷത്തിലൊക്കെയാണ് ഇത് വന്നത്, ലവ് കോംബോ വന്നത്. സാധാരണ തുടക്കത്തിലൊക്കെ വരേണ്ട കാര്യങ്ങളാണ്. പിന്നെ ബൂസ്റ്റ് ചെയ്യാനുള്ള സമയം ഇനി ഇല്ല ബിഗ് ബോസിന്, അതുകൊണ്ട് ഇത് ബൂസ്റ്റ് ചെയ്യേണ്ടെന്ന് അവരും വിചാരിച്ചിരിക്കാം. എന്നാൽ ലാലേട്ടൻ കൃത്യമായിട്ട് അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഒരു ലേഡിയുടെ മനസ്സ് എങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ആ ലേഡിക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ട് നടന്നിട്ടോ ഒന്നും കാര്യമില്ല. അത് നമ്മളുടെ ഒപ്പീനിയനാണ് പറഞ്ഞത്, നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത്, അങ്ങോട്ട് നമുക്ക് തോന്നി നമ്മളത് പറഞ്ഞു, അതിൽ യാതൊരു തെറ്റുമില്ലെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പുറത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി കേൾക്കാൻ നമ്മൾ തയ്യാറാകണം എന്നൊക്കെ അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആദില അവിടുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, അക്ബറിനോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ 2 ദിവസം ഒരു ദിവസം 2 നേരമൊക്കെ ഈ കൺസെഷൻ റൂമിലേക്ക് പോകുന്നത് എന്നുള്ളത്. സത്യമായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല ഈ കൺസെഷൻ റൂമിലേക്ക് 2 പ്രാവശ്യമൊക്കെ പോകുന്നത്. പക്ഷെ അവിടെ പറയുന്നുണ്ട്, എനിക്ക് ഓയിൽമെന്റ് തേക്കാനാണെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിഞ്ഞു മാറുന്ന പോലെ എനിക്ക് തോന്നി. സ്വന്തമായിട്ട് ഓയിൽമെന്റ് തേക്കാൻ അറിയത്തില്ലേ ഈ അക്ബറിന്? അപ്പൊ എന്തൊക്കെയോ ഇവിടെ ഒരു ചീഞ്ഞുനാറ്റം നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനിടയ്ക്ക് അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. എന്താ വെച്ചാൽ അതുപോലെയാണ് അക്ബറിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആ വിന്നിംഗ് പ്രൈസിന്റെ കാര്യം ചോദിച്ചപ്പോൾ അക്ബർ പറയുന്നുണ്ട് വിന്നർ ആകുന്നവരുടെ കയ്യിൽ നിന്നാണല്ലോ ഈ പൈസ എടുത്ത് കൊടുക്കുന്നത്, അതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നേരത്തെ നൂറ പറഞ്ഞതുപോലെയാണ് ഒരു അഭിപ്രായമാണ് എനിക്ക് ഇവിടെ അക്ബറിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നുവെച്ചാൽ അക്ബർ വിന്നർ ആണെന്ന് അക്ബർ അങ്ങ് തീരുമാനിച്ചു. മനസ്സിലായില്ലേ? അക്ബറിന് എന്തോ ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ടോ? ഇനി ഈ രണ്ടു നേരം കൺസൾട്ട് റൂമിൽ കൊണ്ടുപോയി സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇനി അക്ബറിനോട് പറഞ്ഞു കാണും, അക്ബറെ നീ പേടിക്കണ്ട, നിനക്ക് ഞാൻ കപ്പ് വാങ്ങിച്ച് ഞങ്ങൾ തന്നിരിക്കും എന്ന് പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്ബറാണ് വിന്നർ എന്ന് എങ്ങാണ്ട് ആരോ പറഞ്ഞ് ഫലിപ്പിച്ചു വെച്ചിട്ടുള്ളത് പോലെ ഇനി അക്ബറിന് ഒരു കപ്പ് കൊടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അക്ബറിന് ഈ കപ്പ് കിട്ടിയാൽ നമുക്ക് ഒരിക്കലും ഇത് ഫെയർ ആണെന്ന് പറയാനും പറ്റത്തില്ല. നമ്മളൊക്കെ അറിയാലോ ആ അക്ബറിനോടുള്ള താല്പര്യവും അക്ബറിനെ ആദ്യം പോലെ ബൂസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോഴും അതുപോലെ ഈ കൺസെഷൻ റൂമിലെ വിഷയങ്ങള്, അപ്പൊ അക്ബറിന് പ്രത്യേക പരിഗണന, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നൂറയുടെ പൈസയിൽ നിന്നും ഇപ്പൊ അക്ബർ 3.5 ലക്ഷം രൂപ അക്ബറും നൂറയും കൂടെ കളിച്ച ഗെയിമില് നൂറയ്ക്ക് കിട്ടിയിരുന്നു. അതിൽ നിന്നും കൂടെ പകുതി ഈ പറയുന്ന അക്ബറിന് കിട്ടുമെന്നാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത് നമ്മൾ ആ ലൈവിൽ കണ്ട കാര്യങ്ങളല്ല, ലൈവിൽ ആരും സംസാരിക്കുന്നതായിട്ടും കേട്ടില്ല. പക്ഷെ ഇന്ന് അനുമോൾ അവിടെ ആ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഇവര് ആ ഡീലുണ്ട്, അതുപോലെ തന്നെ അക്ബറിനാണ് കോൾ അടിച്ചതെന്ന് പറയുമ്പോഴാണ് നമ്മളും കേട്ട് ഞെട്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും പോയി ഈ പകുതി പകുതി എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയാണ് അക്ബർ അവിടെ ഗെയിം കളിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം പോലെ പറഞ്ഞത്, അക്ബറിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല, കൂട്ടത്തിൽ നിന്നേ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അത് ആദ്യം പോലെ നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, കുറെ ടീമിനെ ഉണ്ടാക്കി, അവരെ എല്ലാം പുറത്താക്കി. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനുള്ള ഒരു ചങ്കൂറ്റം ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് അക്ബർ ഇതുവരെയും കാണിച്ചിട്ടില്ല. അതാണ് സത്യവും. ഈ നോമിനേഷന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഈ ബിഗ് ബോസ് കാണാത്തവരാണോ ഈ ബിഗ് ബോസിനകത്ത് പോയതെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാതെ എന്തോ ബിഗ് ബോസിൽ കിട്ടി ചാടി കയറി പോയ പോലെ, ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ നോമിനേഷന്റെ കാര്യം അവിടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നോമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അക്ബറും നെവിനും അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ രണ്ടുപേരെ മാത്രമേ ഇവരെല്ലാവരും ഇടത്തുള്ളൂ, എന്നാലും ബിഗ് ബോസ് കാണിച്ച ഒരു ട്വിസ്റ്റ് ആയി പോയി, ഇവർക്കെല്ലാം ഭയങ്കര അടിയായി പോയെന്നുള്ളത്. ബിഗ് ബോസ് 1ാമത്തെ സീസൺ മുതൽ 7ാമത്തെ സീസൺ വരെ കാണുന്ന ആളെന്ന നിലയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്കാണെങ്കിലും അറിയാം, അവസാനത്തെ 2 ആഴ്ച എല്ലാവരും നോമിനേഷനിൽ വരും. അകത്തുള്ള അക്ബർ ഒക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവരെല്ലാം കൂടെ ഞങ്ങളെ അങ്ങ് എടുത്തിടുമായിരുന്നു, ബിഗ് ബോസ് ആണ് ഇതിനകത്ത് ഗെയിം കളിച്ച് ഞങ്ങളെ രണ്ടുപേരെയും സേവ് ചെയ്തത് എന്നുള്ള വിചാരമാണ്. പക്ഷെ അവിടെ അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട്, എന്തായാലും ഇവർ രണ്ടുപേരുമേ നോമിനേഷനിൽ വരത്തുള്ളൂ. കാരണം ഇവരെ ഉള്ള ആ കഴിഞ്ഞ ആഴ്ച അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ശരിയാണ്. വേറെ ആരാ അവിടെ വേറെ വിഷയങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെ വിഷയത്തിന്റെ പേരിൽ ആരെയും നോമിനേറ്റ് ചെയ്യാൻ അവിടെ ഇല്ല. നമ്മൾ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം ഇല്ലെന്നുള്ളത്. പക്ഷെ അപ്പോഴും അനീഷിന്റെ ഈ പറയുന്ന അക്ബറിന്റെ മുഖത്ത് അതൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛമുണ്ട്. എന്ന് വെച്ചാൽ വേറെ ആരും അവിടെ എന്തൊക്കെയോ വിഷയങ്ങളാണ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇവര് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണത്. ഇവരാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ ഈ 3 ക്യാപ്റ്റന്മാരാണ് തെറ്റ് ചെയ്തത്, നമ്മളെല്ലാരും കണ്ടതാണ്. എന്നിട്ട് ഒരു പുച്ഛഭാവത്തോടൊക്കെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് ആദ്യം മുതൽ ഈ പുച്ഛഭാവം ഉള്ളതാ. അത് തന്നെയാണ് ഈ അക്ബറിന്റെ നെഗറ്റീവ്. അപ്പൊ അനുമോൾ അവിടെ പറയുന്നുണ്ട് ഇവരിൽ ഒരാൾ പുറത്താണല്ലോ, അപ്പൊ ബിഗ് ബോസ് അങ്ങനെ ചെയ്തായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. എല്ലാ സീസണിലും ഇങ്ങനെയാണ്. അവസാനം വരുമ്പോഴത്തേക്ക് എല്ലാവരും ഈ പറയുന്നത് പോലെ നോമിനേഷനിൽ വരും. അക്ബറിനെ ഒരു തെറ്റിദ്ധാരണയാണ് അക്ബറിനെ സഹായിച്ചു എന്നുള്ളത്, ബിഗ് ബോസ് സഹായിച്ചതെന്നുള്ളത്. അതിനകത്ത് എനിക്ക് ബിഗ് ബോസ് സഹായിച്ചതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. ആദിലയ്ക്കും നൂറയ്ക്കും കിട്ടിയതാണ് പണി. എന്നുവെച്ചാൽ ഈ ആദിലയും നൂറയും അവിടെ ഉള്ളവരെല്ലാവരും ഇവരെന്താ ബിഗ് ബോസ് പറയുന്നതെന്ന് ആദ്യം മുതലേ ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് കേൾക്കാത്തവരാണ്. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ വീക്കിലേക്കാണ് ഈ പറയുന്ന നൂറയെ തെരഞ്ഞെടുത്തത് എന്നുള്ളത്. പക്ഷെ അകത്തിരിക്കുന്നവർ അപ്പോഴും ടോപ്പ് 5 എന്നാണ്. ഈ പറഞ്ഞ നൂറ ടോപ്പ് 5 എത്തി എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് അവിടെ അത്രയും വിഷയങ്ങൾ മൊത്തം ഉണ്ടാക്കിയത്. അവിടെ സംസാരിക്കുമ്പോഴാണെങ്കിൽ ആദില നൂറയോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ നീ ഒരാൾ വന്നു, ഇനി 4 പേര് കൂടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരെയൊക്കെ ആരൊക്കെയാണെന്നൊക്കെ പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഫൈനാലെ വീക്കിലേക്കല്ലേ തെരഞ്ഞെടുത്തതെന്നുള്ളത്. നമ്മളെയും കൂടെ കൺഫ്യൂഷൻ ആയി കളഞ്ഞു. പക്ഷെ അവിടെ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം അത് കൃത്യമായിട്ട് നൂറയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാലെ വീക്കിലേക്കാണ് എന്നുള്ളത്. പക്ഷെ അത് നൂറ വെളിയിൽ പോയി ആരോടും അത് പറഞ്ഞില്ല. കൺസെഷൻ റൂമിൽ അന്ന് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് നൂറയോട് ഇത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ലാലേട്ടൻ നൂറ അവിടെ ഇത് ആരോടും പറഞ്ഞു ബോധിപ്പിക്കാത്തതുകൊണ്ടായിരിക്കാം ഇന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് അവിടെ എല്ലാരെയും അറിയാൻ വേണ്ടി തന്നെ പറഞ്ഞു, ഫിനാലെ വീക്കിലേക്കാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ നിങ്ങൾ ടോപ്പ് 5 അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ടോപ്പ് 5 എത്തി എന്നുള്ള അഹങ്കാര ബേസിലായിരുന്നു അന്ന് ഈ ആദിലയും നൂറയും അനുമോളോട് കാണിച്ചുകൊണ്ടിരുന്നതും. അതുപോലെ തന്നെ കൺസെഷൻ റൂമിനകത്ത് ഒരു 1.5 മണിക്കൂർ പോയിട്ട് സംസാരിച്ച് അത് ആരുമായിട്ടാണ് സംസാരിച്ചെന്നുള്ള കാര്യമൊക്കെ ഇപ്പൊ വെളിയിൽ വരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ആരാണെന്ന് നമുക്കറിയാം, ആരുമായിട്ട് സംസാരിച്ചതെന്ന് നമുക്കറിയാം. പക്ഷെ അതിലൊരു ക്ലാരിറ്റി ഇതുവരെ ശരിക്കും വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. എന്തായാലും അവർ ഒരു ആങ്ങളെയാണെന്ന് പറയുന്നു. ആങ്ങളെ നേരിട്ട് കണ്ടതാണോ ഫോണിൽ കൂടെ സംസാരിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവിടെ അങ്ങനെ ഒരു കളി നടന്നിട്ടുണ്ട്. ഇനിയിപ്പോ ബിഗ് ബോസിന്റെ കളികളാണല്ലോ ഇനിയുള്ള ആഴ്ചകളിൽ നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം ട്വിസ്റ്റ് കൊണ്ടുവരാനേ നോക്കത്തുള്ളൂ. അവർ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, പോസിറ്റീവ് ആയിരിക്കുന്നത് നെഗറ്റീവ് ആയിരിക്കുന്നവരെ പോസിറ്റീവ് ആക്കാനുള്ള ശ്രമിക്കത്തുള്ളൂ. ഇവര് അവരുടെ കയ്യിലാണല്ലോ കളി. കാരണം ഇനിയിപ്പോ പഴയ കണ്ടസ്റ്റൻസ് എല്ലാം അകത്തോട്ട് കയറുന്നുണ്ട്. ഈ അകത്തോട്ട് കയറുന്നവരുടെ എല്ലാം ടാർഗറ്റ് ആരായിരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. അനുമോള് തന്നെ ആയിരിക്കും, വേറെ ആരാ?
അവിടെ ഇനി കയറാൻ പോകുന്ന പഴയ കണ്ടസ്റ്റൻസ് മൊത്തവും വെളിയിൽ നിന്നേ അവർ അനുമോൾക്കെതിരെ നല്ല പണിയാ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അകത്ത് കയറുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ അതിലൊന്നും തകരാതെ അനുമോൾ അവിടെ പിടിച്ചു നിന്നാൽ ഉറപ്പായിട്ടും അനുമോൾക്ക് പോസിറ്റീവായിട്ട് വരും. എന്ന് വെച്ചാൽ ഇവരെല്ലാം പോയി അനുമോളെ കോർണർ ചെയ്യും, പഴയതുപോലെ തന്നെ എല്ലാവരും കൂടെ അല്ലേ കയറുന്നത്. അപ്പൊ ഈ എല്ലാവരും ആദ്യം അനുമോളെ എങ്ങനെയാണോ കോർണർ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അനുമോളെ കോർണർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് അനുമോൾക്ക് ഒരു പോസിറ്റീവായിട്ട് വരാൻ പോസിറ്റീവായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കൊരു കാര്യം എന്താന്ന് വെച്ചാൽ അനുമോൾ ഇതിൽ തകർന്നു പോകാതിരുന്നാൽ മതി. അപ്പൊ നൂറയുടെയും ആദിലയുടെയും ആ അഹങ്കാരത്തിന് ഒരു പരിഹാരം എന്തായാലും കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ കൃത്യമായിട്ട് അവരെല്ലാരെയും പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാരും പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളും വിചാരിച്ച ടോപ്പ് 5 ആണെന്നാണ്. ലാലേട്ടൻ പറഞ്ഞു, നിങ്ങളടുത്ത് ആരാണ് ഇങ്ങനെ വിചാരിക്കാൻ പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതിന് വീക്കിലേക്കെന്നല്ലേ പറഞ്ഞത്, അതെങ്ങനെ ടോപ്പ് 5 ആകുമെന്ന്. അപ്പോഴാണ് അവിടെ ഉള്ളവർക്കെല്ലാം കത്തുന്നത്. എന്താന്ന് വെച്ചാൽ അവിടെ ആർക്കും ചിന്തിക്കാനുള്ള ബോധം വെക്കണമെന്നോ ഇല്ലെന്ന് നമുക്ക് ആദ്യം മുതലേ അറിയാം. അതുപോലെ തന്നെ ഈ ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരവൊക്കെ കേട്ട് കഴിഞ്ഞാല് എനിക്ക് ചില സമയത്തൊക്കെ ലാലേട്ടൻ ഇവരൊക്കെ ആക്കുവാണോ എന്ന് പോലും തോന്നിപ്പോ. ലാലേട്ടൻ തന്നെ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് അവസാനം ഇവരുടെയൊക്കെ ഉത്തരം കേട്ട് ക്വസ്റ്റ്യൻ ഒക്കെ മറന്നുപോയെന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെവിന്റെ തമാശകൾ, അതുപോലെ തന്നെ നെവിൻ നല്ല കൃത്യമായിട്ട് നല്ല തമാശയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നെവിന് സത്യത്തിൽ ഇതൊന്നും അറിയത്തില്ല. നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഈ PSC ഒന്നും പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല ലാലേട്ടാന്ന് പറയുന്നുണ്ട്. സത്യമാണ്. എന്നുവെച്ചാൽ നെവിന് ഇങ്ങനെയുള്ള ജനറൽ നോളജിലൊന്നും വലിയ ഇതൊന്നും ഇല്ല. ചാപ്പാലടിക്കണം, അവിടെ നടക്കണം, കണ്ടന്റ് കൊടുക്കുക, അത്യാവശ്യം കണ്ടന്റ് ഒക്കെ തരുമായിരുന്നു. ഈ നെവിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നെവിന് പറ്റിയ അബദ്ധം എവിടെയെന്ന് അറിയാമോ? ഈ അക്ബർ ഇവിടെ ചേർന്നതാണ്. നെവിൻ നല്ലൊരു ഗെയിമറാണ്. ഞാൻ എന്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ആദ്യത്തെ വീഡിയോ മുതൽ ഇന്നത്തെ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അനിമളുമായിട്ടൊക്കെ ഉടക്കുണ്ടായി, പിന്നെ അക്ബറോട് ചേർന്ന് അങ്ങനെ നെഗറ്റീവ് ആയതല്ലാതെ നെവിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ നെവിൻ ഇപ്പൊ ബെസ്റ്റ് പ്ലെയർ ആയനെ. ചിലപ്പോൾ നെവിന് കപ്പ് വരെ അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. നമുക്ക് കണ്ണു അടച്ച് പറയായിരുന്നു നെവിൻ കപ്പ് അടിക്കും എന്നുള്ളത്. പക്ഷെ നെവിന് ഇടയ്ക്ക് അക്ബറിന്റെ കൂടെ ചേർന്ന് നെഗറ്റീവ് ആയി പോയതോടെയാണ് ഈ നെവിന്റെ കയ്യിൽ നിന്ന് കളിയെല്ലാം പോയത്. ഇപ്പോൾ അക്ബറിൽ നിന്നും കുറച്ച് അകന്നിട്ടുണ്ട്. കാരണം അനുമോള് വന്ന് മാപ്പ് ചോദിക്കാൻ പോയപ്പോഴും അനുമോളോട് ഞാൻ നോക്കിയിട്ട് അനുമോളോട് അങ്ങോട്ട് പോയാണ് ഈ പറയുന്ന നെവിൻ മാപ്പ് ചോദിച്ചത്. പക്ഷെ അവിടെ നെവിൻ പറയുന്നു ഈ അനുമോള് പോയി മാപ്പ് ചോദിച്ചെന്ന് പറയുന്നു. എനിക്കെന്താ എന്താ അറിയത്തില്ല. നമ്മൾ ലൈവിൽ കണ്ടത് ഈ പറഞ്ഞ നെവിൻ പോയിട്ട് മാപ്പ് ചോദിക്കുന്നതാണ്. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിച്ചു, അത് കോംപ്രമൈസ് ആയി. പക്ഷെ അവിടെ ഞാൻ മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ അതിനെ തെറ്റ് മനസ്സിലാക്കുന്ന രീതിയിൽ അക്ബറിനോട് പറഞ്ഞപ്പം അക്ബർ അതിനെ കുറിച്ച് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിനക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നീ തീർന്നു എന്നുള്ളതാണ്, നിന്റെ ഗെയിം മൊത്തം പോയി എന്നാണ് നെവിനോട് അക്ബർ പറഞ്ഞത്. നിനക്ക് അനുമോളൊരു സിമ്പതി തോന്നിക്കഴിഞ്ഞാൽ നിന്റെ ഗെയിം എല്ലാം പോയി എന്നാണ് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയത്. പക്ഷെ നെവിൻ അവിടെ നിന്നില്ല. നെവിന് അക്ബറിന്റെ കളി ഏകദേശം മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. നെവിൻ പോയിട്ട് അത് തന്നെ അനുമോളോട് പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ അക്ബറോട് സംസാരിച്ചപ്പോൾ അക്ബർ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്നാലും രണ്ടുപേരും അങ്ങനെ കോംപ്രമൈസ് ആയി. ഇപ്പോൾ അക്ബറിൽ നിന്നും ഒരുപാടൊക്കെ മാറി നിന്ന് ഗെയിം കളിക്കുന്ന ഒരു നെവിനെ കാണാൻ പറ്റി. അതുകൊണ്ട് നെവിൻ ഈ ആഴ്ച നല്ല സൂപ്പറായിട്ട് ഗെയിമും കളിച്ചു. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം വീണ്ടും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഒരു ഫാൻ ബേസ് എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞു. ഒരു 50 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ചിലർക്കും പക്ക ഫാൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആടി നിൽക്കുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്നവരുണ്ടല്ലോ, അവരുടെ വോട്ടാണ് ഇനി സ്വാധീനിക്കേണ്ടത്. പക്ഷെ നെവിന്റെ പറ്റിയ അബദ്ധം ഈ അക്ബറിനോട് ചേർന്നാണ്. ഇവിടെ വന്നവർക്ക് മൊത്തവും പറ്റിയ അബദ്ധം അത് തന്നെയാണ്. ഈ പുറത്ത് പോയവർക്കും പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ അക്ബറിന്റെ കൂടെ ചേർന്ന് ഗെയിം കളിക്കാൻ നിന്നാണ് അവരെല്ലാം പുറത്തു പോയത്. പക്ഷെ അവർക്ക് ഇപ്പോഴും അത് ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പലർക്കും മനസ്സിലായിട്ടുണ്ട്, ചിലര് മനസ്സിലായില്ല എന്നുള്ളത് അടിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അനുമോളോടുള്ള പേഴ്സണൽ ദേഷ്യം, ഗ്രഡ്ജ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവർക്കെല്ലാം അനുമോളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അനുമോൾ എന്ത് ചെയ്തിട്ടാണ് ഇവരെന്ന ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഇന്ന് വരെ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ പുറത്തായതിനു ശേഷമുള്ള എപ്പിസോഡുകൾ എടുത്ത് നോക്കിയാലും ലൈവ് കണ്ടാലും എല്ലാം ഈ പുറത്തായവർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അനുമോളെ നിങ്ങൾ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അനുമോൾ അവിടെ എന്ത് ഗെയിമാണ് കളിക്കുന്നത് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PR ആയി എന്തൊക്കെയാ പറയുന്നത്. അനുമോളെ തകർക്കാൻ നോക്കുന്നത് 16 ലക്ഷത്തിന്റെ PR. ഇപ്പൊ PR പറഞ്ഞ് ഇപ്പൊ അതാരും മൈൻഡ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ഈ PR എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉണ്ട്. അനുമോൾക്ക് മാത്രമൊന്നും അല്ലെന്ന് പിന്നെ വെളിയിൽ വന്നു. അനുമോൾ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അനുമോൾ അവിടെ നിൽക്കേണ്ട സ്റ്റാൻഡിൽ തന്നെ നിന്നിട്ടുണ്ട്, പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളുടെ മനസ്സിൽ അനുമോൾ ഇടം പിടിച്ചത്. ആദ്യമൊക്കെ ലാലേട്ടൻ പറയുമായിരുന്നു, കണ്ടന്റ് തരാൻ ഞങ്ങൾക്കറിയാം, കണ്ടന്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അനുമോൾ ഇവിടെ കണ്ടന്റ് ഒന്നും തരാൻ വേണ്ടി ഒന്നും നിൽക്കണ്ട, വാങ്ങിച്ച പൈസ പണിയെടുക്കാനൊന്നും നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഇന്ന് ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഇന്ന് വരെ ഉള്ളതിൽ 85% പ്രൊമോ ആണെങ്കിലും ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും അനുമോൾ ഇല്ലാത്ത കാര്യങ്ങളില്ല. ഇടയ്ക്ക് അനുമോളെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടി അല്ലെ അനുമോളെ വെട്ടി മാറ്റുകയൊക്കെ ചെയ്തായിരുന്നില്ല. ഈ എപ്പിസോഡിൽ നിന്നൊക്കെ ഒന്ന് അകറ്റി നിർത്താനൊക്കെ ശ്രമിച്ചായിരുന്നു. പക്ഷെ ആ എപ്പിസോഡുകളൊക്കെ വൻ പരാജയമായിരുന്നു. ശരിക്കും ഈ ബിഗ് ബോസ് സീസൺ 7 എന്ന് നമ്മൾ മനസ്സിൽ ആദ്യം വരുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനുമോൾ തന്നെയായിരിക്കും. ഓക്കെ, അനുമോൾക്കാണ് വിന്നാകാനുള്ള ചാൻസ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഒരാളെ കൂടെ ആഡ് ചെയ്ത് പറയും. അനുമോള്, അനീഷ്, ഷാനവാസ്, നെവിൻ,
ഈ 4 പേരെ ഞാൻ പറയും. ഇത് നെവിന് ഇപ്പൊ പഴയ ആ ഒരു ക്യാരക്ടറിൽ നിന്നൊന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ നെവിൻ എത്രമാത്രം ഒറിജിനൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് നെവിനിൽ അങ്ങനെ സംശയമുണ്ട്. വെച്ചാൽ ഒരു ഗെയിം മാറ്റി പിടിച്ചു. ലാലേട്ടൻ പറഞ്ഞപ്പം അതനുസരിച്ച് തന്നെ ഗെയിം മാറ്റി പിടിച്ചതായിട്ട് എനിക്ക് തോന്നി. അനുമോളോട് പേഴ്സണലായിട്ട് വൈരാഗ്യം എടുത്തു വെച്ചായിരുന്നു ഇടയ്ക്ക് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അതിന് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അക്ബറും ആര്യനും അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ അക്ബറാണ് ഏറ്റവും കൂടുതൽ ഈ അനുമോളെ കുറിച്ച് ഈ നെവിനോട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇപ്പോഴെന്തോ അത് മനസ്സിലാക്കി മാറിയതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ഗെയിം പ്ലാൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴും ഈ നെവിൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വെളിയിൽ പോയാലും അല്ലെങ്കിൽ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. വെളിയിൽ പോയപ്പോൾ ഞാൻ സംസാരിക്കത്തില്ല, എന്റെ മനസ്സിൽ അത്രയ്ക്ക് ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ മനുഷ്യരാണ്, അങ്ങനെയൊക്കെ ഒരു ദേഷ്യം വരുമ്പോൾ പറയും. അപ്പൊ അത് മാറിയിട്ടുണ്ട്. എന്തായാലും നെവിനും ഒരു ടോപ്പ് 5-ൽ എന്തായാലും നെവിൻ കാണുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് അക്ബറാണ്. അക്ബറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇരട്ടത്താപ്പ്, കുത്തിത്തിരിപ്പ്, കൂടെ നിൽക്കുന്നവരെ കൊണ്ട് ബൂസ്റ്റ് ചെയ്യിക്കുക, ബീൻ ബാഗിൽ ഇരിക്കുക, അവരെ എല്ലാം ഔട്ടാക്കി വിട്ടു കൂടെ എന്നിട്ട് അക്ബർ എന്താ ഗെയിം അവിടെ കളിച്ചതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. ഈ കുത്തിത്തിരിപ്പ് ഗെയിമും അതുപോലെ തന്നെ ബൂസ്റ്റിങ്ങും പുറകിൽ കളിയും. അത് കിച്ചണിൽ കയറത്തില്ല, ജോലി ചെയ്യത്തില്ല, ജോലി മടി. പക്ഷെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുകയും ചെയ്യും. കള്ളത്തരങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കുകയും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്ന് ന്യായീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെയും ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അതെല്ലാം വേറൊരാളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ അവരിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വിടാനുള്ള ഒരു കഴിവ് ഈ അക്ബറിനുണ്ട്. അല്ലാതെ എന്തോ ഗെയിം കളിച്ചാന്ന് എനിക്കറിയില്ല. അക്ബർ പക്ക ഒരു നെഗറ്റീവ് ഗെയിം തന്നെയാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, നായകനും നായികയും ഉള്ളപ്പോൾ ഒരു വില്ലൻ കൂടെ വേണമല്ലോ എന്ന്. അക്ബർ ഒരു വില്ലൻ റോൾ തന്നെയാണ് അവിടെ എടുത്തത്. പക്ഷെ അത് ഈ നായകനോടും നായികയോടും അല്ലെന്നേ ഉള്ളൂ. വില്ലൻ ആയത് മൊത്തവും ഈ ഔട്ടായി പോയവർക്കാണ്. എന്ന് വെച്ചാൽ ഇവരെ മൊത്തം ഔട്ടാക്കാനുള്ള വില്ലൻ കളിയാണ് അവിടെ കളിച്ചത് എന്നുള്ളത്. അവർക്കാണ് അക്ബർ വില്ലൻ ആകേണ്ടത് സത്യത്തിൽ. എന്തായാലും നെവിന് പണപ്പെട്ടി എടുക്കാൻ പറ്റാത്തതിന്റെ അല്ലെങ്കിൽ ബിഗ് ബാങ്ക് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത് ഒരുപാട് പേര് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെവിനോട് എന്തെങ്കിലും കരുണ കാണിക്കണം എന്നുള്ള രീതി. എനിക്കും അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയായിരുന്നു. നമുക്ക് അറിയാം നെവിന് ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നു, നമുക്ക് എല്ലാവർക്കും വെറുപ്പ് തോന്നിയിരുന്നു, നമ്മളെല്ലാവരും ഇവനെ ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ബിഗ് ബാങ്ക് ടാസ്ക് വന്നപ്പോഴത്തേക്ക് ആ നിപ്പും അല്ലെങ്കിൽ ആ സങ്കടം പറച്ചിലൊക്കെ തോന്നിയപ്പോൾ ഒരുപാട് പേരുടെ മനസ്സൊക്കെ ഒന്ന് അലിഞ്ഞായിരുന്നു. എന്തായാലും ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുക്കാന്ന് ഏത് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അനുമോളും അക്ബറും ആദിലും കൂടെ കളിച്ച ആ കാറിൽ പണം വെച്ചിട്ട് 1 മിനിറ്റിനുള്ളിൽ എടുത്തുകൊണ്ട് വരുന്ന അത് തന്നെ മതി എന്ന് പറഞ്ഞു. എന്തായാലും നാളെ അതെടുക്കാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എടുത്ത് കയറുമെന്നാണ് തോന്നുന്നത്. നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിന് ഉറപ്പായിട്ടും അതിനൊക്കെ ഉള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. എടുത്തുകൊണ്ട് കയറാനാണ് ചാൻസ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും പ്രധാനമായിട്ട് അനീഷിന്റെയും ഈ പറയുന്ന അനുമോളുടെയും കാര്യം ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി ഇത് ക്ലിയർ ചെയ്തിട്ടും അനീഷ അതിലേക്ക് തന്നെ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അനീഷിന് പക്ക നെഗറ്റീവ് അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നുവെച്ചാൽ അനുമോളുടെ സ്റ്റാൻഡ് അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അക്ബറിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യം ബിഗ് ബോസ് ആദ്യം പോലെ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ ഇനി ഫൈനലിനോട് അടുക്കുമ്പോൾ ഇനി ഏതെല്ലാം രീതിയിൽ ബൂസ്റ്റ് ചെയ്യുമെന്നോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഏതെങ്കിലും പല രീതികളിലും വെച്ചാൽ കൺസ്ട്രക്ഷൻ റൂമിൽ 1-2 പ്രാവശ്യമൊക്കെ ഒരു ദിവസം പോയിട്ട് വരുന്ന ആളാണ് ഓയിൽമെന്റ് തേക്കാനേ. അപ്പൊ എന്താണ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് എന്തായാലും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു വിന്നറെ നമുക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ 3 പേരിൽ ഒരാൾ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അതിലൊരാളായാൽ തന്നെ ഇത് ഫെയർ ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ വലിയ വലിയ കളികളൊക്കെ ഇതിനകത്ത് നടക്കണം. അതുപോലെ നൂറയുടെ കഴിഞ്ഞ ആഴ്ചത്തെ അഹങ്കാരത്തിന് ഒരു പൂട്ടിട്ടിട്ടുണ്ട് ലാലേട്ടൻ. എന്താണ് സംഭവിച്ചത്? ടോപ്പ് 5 അല്ല, അത് തന്നെ ഇത് 14 വീക്കിലേക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോ തന്നെ നൂറയുടെ അതിലയുടെ മുഖമൊക്കെ അങ്ങ് മാറി. നൂറ ആദ്യമേ ഒന്ന് ഞെട്ടി, കൺസ്ട്രക്ഷൻ റൂമിൽ നിന്ന് ഞെട്ടിയതാണ്. പിന്നെ ഇവിടെ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആദിലൊക്കെ മറ്റുള്ളവർക്കും എല്ലാം അത് പെട്ടെന്ന് ഒരു അത്ഭുതമായിട്ട് തോന്നി. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളത് പിന്നെയാണ് ഇവർക്ക് മനസ്സിലായത്. ഇവർക്ക് ലേറ്റായിട്ടേ എല്ലാം കത്തത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.